ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അരിപ്പൊടി വെച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ദോശയാണ്. അപ്പോൾ ബാറ്ററൊന്നും അരച്ച് വയ്ക്കാത്ത സമയത്ത് നമുക്ക് അരിപ്പൊടി ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കത് സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം അരിപ്പൊടി ഇട്ട് കൊടുക്കണം. ഞാൻ പത്തിരിക്കെല്ലാം എടുക്കുന്ന അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. തരിയില്ലാത്ത അരിപ്പൊടിയാണ്. അതൊരു കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചുവന്നുള്ളി ചെറുതായി കട്ട് ചെയ്തതാണ്. അതൊരു 5 എണ്ണം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇട്ട് കൊടുക്കാം. ഇനി നല്ല ജീരകം, ചെറിയ ജീരകമാണ്, അത് കുറച്ചിട്ട് കൊടുക്കണം. ജസ്റ്റ് ഒന്ന് പൊടിച്ച് വെച്ചിട്ടുള്ളതാണ്. ഞാനൊരു 1/2 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തത്. തേങ്ങ ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം. 1 കപ്പ് അരിപ്പൊടിക്ക് ഒരു 1.5 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിൽ ഉപ്പും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ബാറ്റർ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വരേണ്ടത്. ഇപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ദോശയായിട്ട് കുക്ക് ചെയ്തെടുക്കാം. പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുത്ത് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് ഓയിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കണം. മൂടി തുറന്നിട്ട് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഇത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുന്നവരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. നന്നായി മൊരിയിച്ചെടുത്താലാണ് അതിൽ കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ നന്നായി ഒന്ന് മൊരിയിച്ചെടുക്കാം. ഇനി നമുക്ക് ഒന്നുകൂടെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ 2 സൈഡും നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. നമ്മുടെ ദോശയെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 1 ഗ്ലാസ് അരിപ്പൊടി കൊണ്ട് 6 ദോശയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് മുട്ടക്കറിയുടെ കൂടെയും ചിക്കൻ കറിയുടെ കൂടെ എല്ലാം നല്ല ടേസ്റ്റിയാണ്. ഇനി കറിയൊന്നും ഇല്ലെങ്കിലും തേങ്ങാപ്പാൽ കൂട്ടി കഴിച്ചാലും സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്